നമസ്കാരം. ബീഹാറിൽ മഹാകുംഭമേളയ്ക്ക് പോകുന്ന ട്രെയിനിന്റെ ചില്ല് അടിച്ചു പൊട്ടിച്ച് അക്രമി സംഘം. സംഭവത്തിൽ നേപ്പാളികളായ 2 അക്രമികളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. ബീഹാറിലെ മുസഫർപൂറിലാണ് സംഭവം. സ്വതന്ത്ര സേനാനി എക്സ്പ്രസ് എന്ന പേരുള്ള മഹാകുംഭമേളയ്ക്കായി ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലേക്ക് പോകുന്ന ട്രെയിനിന്റെ ചില്ലാണ് അക്രമികൾ തകർത്തത്. റെയിൽവേ പോലീസ് ഇടപെട്ട് ഉടനെ തന്നെ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്രമികൾ ഇരുവരും നേപ്പാളി സ്വദേശികളാണ്. കൈയും കാലും ഉപയോഗിച്ച് ചവിട്ടിയും മുഷ്ടി ചുരുട്ടി ഇടിച്ചുമാണ് അവർ ചെല്ലി ഉടയ്ക്കുന്നത്. ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയായ രാഷ്ട്രീയ ജനതാദൾ ട്രെയിനുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അട്ടിമറി പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ നിന്ന് ഗൂഢമായി നേതൃത്വം നൽകുന്നതായി ആരോപണം നിലനിൽക്കുന്നതിന് ഇടയിലാണ് ഈ സംഭവം. CCTV ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ യുവാവ് ട്രെയിനിന്റെ ചില്ല് ചവിട്ടി തകർക്കുന്നത് കാണാം. അശ്വിനി വൈഷ്ണവ് എന്ന റെയിൽവേ മന്ത്രിയേക്കാൾ നല്ലത് ലാലു പ്രസാദ് യാദവ് ആണെന്ന പ്രചാരണമാണ് ഇതുവഴി ബീഹാറിലുള്ളവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഏതാനും നാളുകളായി ഇന്ത്യൻ റെയിൽവേക്കെതിരെ അക്രമ പ്രവർത്തനങ്ങളും അട്ടിമറി പ്രവർത്തനങ്ങളും വ്യാപകമാവുകയാണ്. ട്രെയിനുകൾ കൂട്ടിയിടിപ്പിക്കുക, പാളം തെറ്റിക്കുക, ദൂരെ നിന്നും എറിഞ്ഞ് ചില്ലുകൾ ഉടക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ട്രെയിനുകൾക്ക് നേരെ ആക്രമണം നടത്താൻ കൊടും ഭീകരൻ ഫർഹത്തുള്ള ഗോരി ആഹ്വാനം ചെയ്തതിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു. ഇതോടെയാണ് ട്രെയിൻ ജിഹാദ് എന്നത് ചില തീവ്രവാദി സംഘങ്ങളുടെ അജണ്ടയാണെന്ന വാർത്തയും പുറത്തു വന്നത്. ഇന്ത്യയിൽ അതിഗൂഢമായി പ്രവർത്തിക്കുന്ന സംഘങ്ങളോട് ഇന്ത്യയിൽ തീവണ്ടി അപകടങ്ങൾ നടത്താൻ ആഹ്വാനം ചെയ്യുന്ന ഗോരിയുടെ വീഡിയോ പുറത്തു വന്നതോടെ രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ കൂടുതൽ ജാഗ്രത പാലിച്ചു വരികയാണ്. ബംഗളൂരിലെ രാമേശ്വരം കഫേ സ്ഫോടനത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രവും ആയിരുന്നു കൊടും ഭീകരൻ ഫർഹത്തുള്ള ഗോരി. അതേസമയം റെയിൽവേ ട്രാക്കുകൾ നന്നാക്കാൻ പോകുന്ന ട്രാക്ക്മാൻമാർക്കിടയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ചില സംവാദങ്ങൾ വിവാദമായി മാറിയിരുന്നു. റെയിൽവേ ട്രാക്കുകളിലെ പ്രശ്നം കണ്ടെത്താൻ ദിവസേന 8 മുതൽ 10 കിലോമീറ്റർ ദൂരം വരെ നടക്കുന്ന റെയിൽവേ ട്രാക്ക്മാൻമാർ 35 കിലോഗ്രാം ഭാരവും പേറിയാണ് നടക്കുന്നതെന്നും അവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും പോരെന്നും പറഞ്ഞാണ് രാഹുൽ ഗാന്ധി അവരിൽ അസംതൃപ്തി കുത്തിവെച്ചത്. ഇവരെ ശ്രദ്ധയോടെ ജോലി ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത് ട്രെയിൻ അട്ടിമറി നീക്കങ്ങൾക്ക് ഊർജം പകരുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് പോലും രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അതുപോലെ മഹാരാഷ്ട്രയിലെ ജൽഗോവോണിൽ ഈയിടെ വിചിത്രമായി നടന്ന ഒരു ട്രെയിൻ അപകടം ട്രെയിൻ ജിഹാദിന്റെ ഭാഗമാണെന്നാണ് സംശയിക്കപ്പെടുന്നത്. ട്രെയിനിനുള്ളിൽ തീ പിടിച്ചുവെന്ന വ്യാജ പ്രചരണം ഉണ്ടാക്കുകയും തുടർന്ന് പലരും ജീവരക്ഷാർത്ഥം പുറത്തേക്ക് എടുത്തു ചാടുകയും ചെയ്യുന്നു. പുഷ്പക എക്സ്പ്രസിൽ നിന്നും ഇങ്ങനെ ചാടിയവർ തൊട്ടടുത്ത് റെയിൽവേ പാളത്തിലൂടെ വരികയായിരുന്ന കർണാടക എക്സ്പ്രസ് തീവണ്ടിയിൽ ഇടിച്ച് മരിക്കുകയായിരുന്നു. 8 പേരാണ് മരിച്ചത്. മാത്രമല്ല, ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ തിക്കും തിരക്കും കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുവഴി ഏതാനും പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഓരോ മാസവും 40 കോടി ജനങ്ങൾ യാത്രക്കായി റെയിൽവേയെ ആശ്രയിക്കുന്നതിനാൽ കൂടെ കൂടെ അപകടങ്ങൾ സൃഷ്ടിക്കുന്ന സ്ഥിതി ഭയാനകമാണ്.